രണ്ടാമൊരു സംഭവം മുത്തങ്ങ സംഭവം. എൻ്റെ കാലത്ത് നടന്ന നിർഭാഗ്യമായ സംഭവങ്ങളാണ്. ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ, രണ്ട് സംഭവത്തിൽ. ശിവഗിരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട്, മുത്തങ്ങ സംഭവത്തിലും ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. 2001 ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ എന്നെ ശാശ്വതാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു, അതിനെ കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ശിവഗിരിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ വിളിച്ചോട്ട് പോയി. ശ്യാം യോഗത്തിൽ, ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, കാര്യങ്ങൾ എന്തായാലും എൻ്റെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും എനിക്ക് ഖേദോട് ഞാൻ പറയുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്താണ് മുത്തങ്ങ സംഭവം. അതും ഇന്നലെ പ്രാവശ്യച്ചു. മുത്തങ്ങ സംഭവം കഴിഞ്ഞിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്, പക്ഷേ അദ്ദേഹം ചിലപ്പോഴൊക്കെ നല്ല കല്ലെടുത്തോടെ പറയും. അദ്ദേഹം പറഞ്ഞു, അസംബ്ലി പ്രസംഗിച്ചതാണ്, ജാക്യാനിയുടെ പോലീസ് പഞ്ചസാരയും മണ്ണയും ചേർത്ത് ചുട്ട് കരിച്ചു 10-ലേറെ ആദിവാസികളെ. അവിടെ എന്താ സംഭവിച്ചത്? ആദിവാസികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്ത ഞാൻ നേതൃത്വമാണ്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ, വയനാട്ടിലെ സുഗന്ധഗിരി ഉൾപ്പെടെ, പേരാമ്പ്ര എസ്റ്റേറ്റ് ഉൾപ്പെടെ, മലപ്പുറത്ത്, പാലക്കാട്, തൃശ്ശൂര്, ഇടുക്കി, ഇതിന് കൂടെ ഫാമിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഹർളം ഫാം പ്രധാനമന്ത്രി വാജ്പേയിയോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെന്റ് പണം കൊടുത്ത് പഠിച്ച് അതുമാതിരി അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആ ഫാമിന്റെ സ്ഥിതി അറിയത്തില്ല. ഇടുക്കി ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഒരു പ്രദേശം പൂർണ്ണമായും മരുഭൂമിയായി മാറി. ആ മരുഭൂമിയിൽ ജപ്പാന്റെ സഹായത്തോടുകൂടി അഹാഷ് എന്നൊരു പദ്ധതി രൂപീകരിച്ച് ഞാനതിന് തറക്കല്ലിട്ടു. ഞാൻ 3ാമത് മുഖ്യമന്ത്രി ആയപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു. അതുകൂടി ആ പ്രദേശമൊക്കെ ആ തരിശുഭൂമി നല്ല അത്ര ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. എന്നിട്ട് അവസാനം ആദിവാസികളെ ചുട്ടുകരിച്ചു വന്ന പ്രതിജ്ഞയ്ക്ക് വന്നു. എന്താണ് സംഭവിച്ചത്? മുത്തങ്ങ ദേശീയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, മൃഗസംരക്ഷണത്തിന്റെ വന്യമൃഗങ്ങളുടെ സാങ്ച്വറിയാണ്. അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട അരയ്ക്കോ പ്രേരണയിൽ കുറെ ആദിവാസികൾക്ക് കയറി കുടിൽ കിട്ടി. മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പറയാം, നിങ്ങൾ പഴയ അന്നത്തെ വയനാട് എഡിഷൻ മാധ്യമങ്ങൾ നോക്കണം. എല്ലാ മാധ്യമങ്ങളുടെയും ആ ദിവസങ്ങളിലെ ആദ്യത്തെ വയനാട് എഡിഷന്റെ വാർത്തകൾ നോക്കണം. അവിടെ മുത്തങ്ങയിൽ ആദിവാസികൾ ആദ്യം കയറി കുടിൽ കെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ കർഷക സംഘടനകളും, എല്ലാ മാധ്യമങ്ങളും, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, എല്ലാ മാധ്യമങ്ങളും വയനാട് എഡിഷൻ പത്രം അവരെ ഇറക്കി വിടണമെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ആക്ഷൻ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം മാറി രാഷ്ട്രീയ പാർട്ടികളിൽ കുറെ മാറി. അവിടെ സംഘർഷമുണ്ടായി, പോലീസുമായി ഏറ്റുമുട്ടി, ഒരു ആദിവാസിയും ഒരു പോലീസുകാരനും മരിച്ചു. ഡൽഹിയിൽ നിന്ന് വരെ ആൾക്കാർ അവിടെ വന്നു. അവരുടെ പല നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഞാൻ ആ സംഭവം രക്ഷിക്കാൻ അന്ന് കേന്ദ്രത്തിൽ വാജ്പേയി ഭരിക്കുന്നു, കോൺഗ്രസ് അല്ല, CBI ഒരുക്കിട്ടു. എനിക്കിവിടെ ഒരു അഭ്യർത്ഥനയുണ്ട്. മുത്തങ്ങ സംഭവത്തെ കുറിച്ച്, പോലീസ് ആക്ഷനെ കുറിച്ച്, ആദിവാസി സമരത്തിന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിച്ചതിന് ശേഷം കിട്ടിയ റിപ്പോർട്ട് എന്താണ്? അതിലാരെയാണ് കുറ്റപ്പെടുത്തത്? ആർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടത്? ആ റിപ്പോർട്ടും ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടൊന്ന് പ്രസിദ്ധീകരിക്കുക.
ഞങ്ങൾ അറിയട്ടെ. അവസാനമായ ഒരു കാര്യം, ഞാൻ 2004 കേരള മുഖ്യമന്ത്രി സ്ഥാനം കൈവരിച്ചല്ലോ. 21 വർഷമായല്ലോ. അതിനുശേഷം എത്ര ഗവൺമെന്റ് മാറി മാറി വന്നു. ആദ്യം UDF ഗവൺമെന്റ്. UDF ആദ്യം മുതലേ മുത്തങ്ങയിൽ പറ്റില്ല. മുത്തങ്ങ അന്യമന്ത്രി സംഖ്യ നിലപാടാണ്. UDF കുറ്റപ്പെടുത്താൻ സാധ്യമല്ല.